ചെങ്ങന്നൂരിലെ KM ചെറിയാൻ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കുണ്ടായ വളരെ മോശം അനുഭവം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ സത്യസന്ധമായി ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് KMC ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്നുള്ള മറുപടി വീഡിയോയും എന്നോടുള്ള അവരുടെ വെല്ലുവിളിയും കേട്ടു. ഇദ്ദേഹം റീലിൽ പറയുന്ന സംഭവങ്ങൾ വളരെ വിചിത്രമായിട്ടാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ആ റീലിൽ അദ്ദേഹം കാണിക്കുന്നിടത്ത് ഒരു മിന്നായം പോലെ മിന്നിമറയുന്ന എക്സ്റേ തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതൊരു നോർമലല്ല, അതിനകത്തൊരു പൊട്ടലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ ഈ റീലിട്ട മിസ്റ്റർ ഷിഹാസിനെ ഞാൻ ഓപ്പണായിട്ട് ചലഞ്ച് ചെയ്യാണ്, നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഓപ്പണായിട്ട് ചലഞ്ച് ചെയ്യാണ്. ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പ്രൂവ് ചെയ്താൽ മതി. ഒരെണ്ണം പ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ഞാൻ സമ്മാനമായിട്ട് തന്നിരിക്കും. അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോഴേ അറിയൂ എന്ന് കേട്ടിട്ടില്ലേ? ഞാൻ കുറച്ച് ചൊറിഞ്ഞവനാ. നിങ്ങൾക്ക് ഞാൻ 4 ദിവസത്തെ സമയം തരാം. ഇതിലേതെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടേക്കുന്ന പോസ്റ്റ് പിൻവലിച്ച് പരസ്യമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചേക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾ ക്ഷമാപണം നടത്തണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ മാനനഷ്ടത്തിന് നിയമ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കും. ഉറപ്പിക്കട്ടെ, ഊതരുതേ, ഊതിയ തീപ്പൊരി പറക്കും. എല്ലാ വെല്ലുവിളികൾക്കുമുള്ള ഉത്തരവും KM ചെറിയാൻ ആശുപത്രിയോടുള്ള എന്റെ ചില ചോദ്യങ്ങളും കുറച്ച് പാവങ്ങളുടെ വേദനയുമാണ് ഈ വീഡിയോയിലുള്ളത്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എനിക്ക് സജസ്റ്റ് ചെയ്ത സർജറിക്ക് 2 ലക്ഷം രൂപ ചിലവാകുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഈ സർജറിയുടെ ചിലവിനെ കുറിച്ചോ 2 ലക്ഷം രൂപ എന്ന വലിയ തുകയെക്കുറിച്ചോ നിങ്ങളുടെ വീഡിയോയിൽ ഒരു വാക്ക് പോലും പറയാത്തത് എന്തുകൊണ്ടാണ്? ഇതിന് എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ ഇന്ന് തന്നെ അഡ്മിറ്റായി നാളെ രാവിലെ സർജറി ചെയ്യാമെന്നും ഓപ്പറേഷൻ അല്ലാതെ മറ്റൊരു ഓപ്ഷനേ ഇല്ല എന്നുമാണ് എന്നെ ചികിത്സിച്ച KMC ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്നോട് പറഞ്ഞത്. അതിനൊന്നും ഇല്ലേ? ഇത്ര വേഗം ഓപ്പറേഷൻ തിയേറ്റർ ടേബിളിൽ എത്തിക്കാൻ മാത്രം എന്ത് എമർജൻസി കണ്ടീഷൻ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്? നിങ്ങൾ എന്തിനാണ് അത്രയ്ക്ക് ധൃതി കാണിച്ചത്? ഡോക്ടർ എന്നോട് സംസാരിച്ച ആദ്യ വാചകം തന്നെ സർജറി വേണമെന്നാണ്. എന്റെ ആരോഗ്യസ്ഥിതിയോ ഒരു ആശ്വാസ വാക്കോ പറയാതെ എത്രയും വേഗം ഡ്യൂട്ടി മാനേജരോട് സർജറി കോസ്റ്റ് ചോദിച്ചു വരൂ എന്ന് തിടുക്കം കാട്ടിയത് എന്തിനാണ്? നിങ്ങളുടെ മുന്നിലെത്തിയ ഒരു പേഷ്യന്റിനോട് ഒരു ഡോക്ടറെ കാണിക്കേണ്ട മനസാക്ഷിയുടെ ഒരു അംശം കാണിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ 13 മിനിറ്റ് എടുത്ത് എന്റെ രോഗാവസ്ഥയും ഈ സർജറിയുടെ ഇമ്പോർട്ടൻസും വിശദമാക്കാൻ കാണിച്ച വലിയ മനസ്സ് നേരത്തെ കാണിക്കാതിരുന്നതും ഒരു രോഗിയോട് ഡോക്ടർ ചെയ്യേണ്ട കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താതിരുന്നതും എന്തുകൊണ്ടാണ്? അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് സർജറിക്ക് ശേഷം പ്ലാസ്റ്റർ ഇടേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ്. എന്നാൽ എന്നോട് ഡോക്ടർ പറഞ്ഞത് സർജറിക്ക് ശേഷവും 6 ആഴ്ച ഉറപ്പായും പ്ലാസ്റ്റർ ഇടണമെന്നാണ്. ഫിക്സ് ചെയ്ത് വെച്ചാലുള്ള ഗുണം എന്താണ്? നിങ്ങൾക്ക് അത് ഊരിപ്പോരത്തില്ല, 100% ഉറപ്പുണ്ട്. അതിനെ 100% അതിൻ്റെ അനാറ്റമിക്കൽ പൊസിഷൻ, അത് എങ്ങനെയാണോ ഇരുന്നിട്ട് ആ പൊസിഷനിലോട്ട് തിരിച്ചു വെച്ചു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ട്. പിന്നെ ഇനിയുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, നിങ്ങൾക്ക് പ്ലാസ്റ്ററിൻ്റെ ആവശ്യമില്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പിന്നെ നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഡ്യൂട്ടി മാനേജരോട് ഓപ്പറേഷന്റെ ചിലവിനെ കുറിച്ച് സംസാരിക്കാൻ പോയത് ഞാനല്ല, എന്റെ കൂടെ ഉണ്ടായിരുന്ന ബൈസ്റ്റാൻഡർ ആണ്. ഇത്തരം തെറ്റുകൾ വീഡിയോയിൽ വരാൻ ഒരു കാരണമുണ്ട്. എന്നെ ചികിത്സിച്ച ഡോക്ടർ അല്ല ഈ വീഡിയോയിൽ മറുപടി പറയുന്നത്. വീഡിയോയിൽ സംസാരിക്കുന്ന കൃഷ്ണകുമാർ മഹാദേവൻ സാർ എന്നെ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഇല്ല. എക്സ്ക്യൂസ് മീ സാർ, സാർ എന്താ പറഞ്ഞേ? എന്നെ ചികിത്സിച്ച ഡോക്ടർ അല്ല ഈ വീഡിയോയിൽ മറുപടി പറയുന്നത്. വീഡിയോയിൽ സംസാരിക്കുന്ന കൃഷ്ണകുമാർ മഹാദേവൻ സാർ എന്നെ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഇല്ല. ഫ്ലാഷ് ബാക്ക്. അദ്ദേഹത്തിന് എൻ്റെ ജൂനിയർ കോളീഗ് അദ്ദേഹത്തിനെ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ കൈക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു എക്സ്റേ എടുക്കുകയും എക്സ്റേയിൽ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് ആ ഫ്രാക്ചർ എന്തോന്ന് മനസ്സിലായതിനെ തുടർന്ന് ഈ രോഗിയോട് ഈ ഫ്രാക്ചറിൻ്റെ സവിശേഷത പറഞ്ഞ് മനസ്സിലാക്കുകയും ഇതിന് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു CT സ്കാൻ എടുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. അദ്ദേഹം ആ പരിസരത്തെങ്ങും ഉണ്ടായിരുന്നില്ല. പറഞ്ഞു കേട്ട കാര്യങ്ങൾ മാത്രം വെച്ചാണ് അദ്ദേഹം ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നുണ പറഞ്ഞാൽ നുണയാണെന്ന് എനിക്ക് മനസ്സിലാകണം. അത്തരം നുണകളല്ലേ ഞാൻ നിന്നോട് പറയാറുള്ളൂ. ഇനി എന്നോട് നിങ്ങൾ ചോദിച്ച 3 വെല്ലുവിളി ചോദ്യങ്ങൾക്കുള്ള എന്റെ മറുപടി ഇതാണ്. CT സ്കാനും എക്സ്റേയും വെച്ച് മറുപടി പറയാൻ ഞാനൊരു ഡോക്ടറോ ആരോഗ്യ വിദഗ്ധനോ അല്ല, ഒരു സാധാരണക്കാരനാണ്. ആ സേവനം തേടാനാണ് ഞങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് വരുന്നത്. എന്നാൽ ഇതൊന്നും ചികിത്സ തേടിയ സമയത്ത് എന്നെ ബോധ്യപ്പെടുത്തി തരേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ ഡോക്ടർ ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണയുണ്ടായത്, പ്രതികരിക്കേണ്ടി വന്നത്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഇനി ആരും സൂത്രം കാണിച്ചാ. പിന്നീട് സീനിയർ ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരായ ഹരിദാസ് സാറിനെയും നസീർ സാറിനെയും ഞങ്ങൾ പോയി കണ്ടു, ഒപ്പീനിയൻ എടുത്തു. ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്, 3 ആഴ്ച ബാൻഡേജ് കയ്യിൽ ചുറ്റുക, എല്ലാം ശരിയാകും, വേറെ ഒന്നും പേടിക്കാനില്ല എന്നാണ് അവർ പറഞ്ഞത്.
അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ